കേരള സർവകലാശാല കലോത്സവത്തിലെ സംഘർഷത്തിൽ എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പോലീസ്. കെഎസ്യു പ്രവർത്തകരെ മർദ്ദിച്ചതിന് എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ 2 കേസാണ് എടുത്തത്. ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തത്. ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, ആദ്യം മുതൽ തന്നെ വിവാദങ്ങളും ഒപ്പം അതിനുശേഷം ഈ സംഘർഷങ്ങളൊക്കെ തന്നെ ഉടലെടുത്ത ഒരു കലോത്സവമായിരുന്നു ഈ വർഷം നമ്മൾ കണ്ടത്. ഒടുവിൽ കേസ് എടുത്തിരിക്കുകയാണ് എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ കെഎസ്യു പ്രവർത്തകർക്കെതിരെയും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനി, കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല സെനറ്റ് എന്ന വേദിയിലേക്ക് കെഎസ്യുവിൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നത്. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ കെഎസ്യുവിൻ്റെ ഭരണം അല്ലെങ്കിൽ കെഎസ്യു പിടിച്ചെടുത്ത കോളേജുകളിൽ എസ്എഫ്ഐ പ്രവർത്തകർ ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ കെഎസ്യു പ്രവർത്തകരെ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടും ഈ വിഷയങ്ങളിലൊന്നും പോലീസ് കേസെടുക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടുമാണ് ഈ വേദിയുടെ പ്രധാന വേദിയായ സെനറ്റ് ഒന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധങ്ങൾക്കിടയിൽ എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഇതിൽ പോലീസ് ഇടപെടുകയായിരുന്നു. അവസാനം ഈ നീണ്ട നേരത്തെ പ്രതിഷേധങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ കെഎസ്യു ജില്ലാ നേതാക്കൾ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. ഇതിലിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കെഎസ്യു എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 ദിവസങ്ങൾക്ക് മുമ്പ് കെഎസ്യു പ്രവർത്തകരെ ആക്രമിച്ചു എന്ന് പരാതി നൽകിയിരുന്നു. പ്രവർത്തകർ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ല. ഇതിനിടയിലാണ് കെഎസ്യു പ്രവർത്തകർ ഒരു ശക്തമായൊരു പ്രതിഷേധം അല്ലെങ്കിൽ കലോത്സവത്തിന്റെ പ്രധാന വേദിയിലേക്ക് പ്രതിഷേധമായി കടന്നു വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ കേസെടുത്തത്. ഒരുപക്ഷെ പോലീസിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണം 4 അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ദിവസങ്ങളിൽ നടന്ന സംഭവത്തിൽ ഇപ്പോൾ ഒരു എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എസ്എഫ്ഐയുടെ കെഎസ്യുവിന്റെ ജില്ലാ നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സെനറ്റ് എന്നിലേക്ക് അതിക്രമിച്ച് കയറുക, പ്രതിഷേധം നടത്തുക, കൂട്ടം കൂടുക തുടങ്ങിയ കുറ്റങ്ങൾ തുടങ്ങിയ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടാണ് കെഎസ്യു പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എസ്എഫ്ഐ ജില്ലാ നേതാവിനെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ പോലീസിന്റെ മുഖം രക്ഷിക്കുക, എസ്എഫ്ഐ പ്രവർത്തകരെ സംരക്ഷിക്കുക തുടങ്ങിയ നിലപാടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്കെതിരെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റങ്ങൾ ചുമത്തി എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇന്നലെ ഈ സെനറ്റ് എന്ന വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. വനിതാ നേതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വനിതാ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ വിവാദങ്ങളായിരുന്നു ഈ വർഷത്തെ കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം നടന്നത്. 1, 2, 3 ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രധാന കലാവേദികളെല്ലാം സംഘർഷത്തിന്റെ ഒരു സംഘർഷവേദിയായി മാറുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ 2 കൂട്ടർക്കെതിരെ കേസെടുത്ത് എസ്എഫ്ഐക്കെതിരെ 1, 2 പേർക്കെതിരെ മാത്രം കേസെടുത്തുകൊണ്ട് മുഖം രക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. രജനി, കേരള സർവകലാശാല കലോത്സവത്തിലെ സംഘർഷത്തിൽ എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്.